വന്ന വക്കീലന്മാരെക്കാൾ കൂടുതൽ നിയമം അറിയാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡെയിലി പോയി ഇരിക്കുകയാണ്. ഡെയിലി അല്ല, അവരെ കേസ് വിളിക്കുമ്പോൾ എത്ര വർഷം, ഏകദേശം 10 വർഷം എൻ്റെ കേസ് നടന്നു. അപ്പോൾ വക്കീലിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവിടുത്തെ പ്രതികളോട് ചോദിച്ചാൽ അറിയാം ലോ പോയിന്റ്സ്. കറക്റ്റായിട്ട് ലോ പോയിന്റ്സ് അറിയാമെന്നല്ല, പക്ഷെ സംഭവങ്ങളൊക്കെ പറയും. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് കറക്റ്റായിട്ട് പറയും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞു അത് പറയാനും പറ്റാതെ വലിയ പടം ഇറക്കിയിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്, കോടികളുടെ കണക്കൊന്നും നമുക്ക് പറയാനില്ല, വലിയ കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കണം. പക്ഷെ നമ്മൾ ചെറിയ പടമായിട്ട് ചെല്ലുമ്പോൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നല്ല പറയും, എല്ലാം ചെറുതെന്നല്ല. പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ക്യാരക്ടർ വരും, പിന്നെ ആ വലിയ ക്യാരക്ടറിനേക്കാളും വലിയ ക്യാരക്ടർ, അതിനേക്കാളും വലിയ ക്യാരക്ടർ, അതിനേക്കാളും വലിയ ക്യാരക്ടർ. അങ്ങനെയല്ല, ഇടയ്ക്ക് നമ്മൾ ചെറിയ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ സിനിമ ചെയ്യണം. അപ്പോഴാണ് ലൈഫിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ ലൈഫിന്റെ സിഗ്നൽ തന്നെ പോണതുകൊണ്ടല്ലോ ഇങ്ങനെ 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 അത് നേരെ പോയി കഴിഞ്ഞാൽ തീർന്നെന്ന് അർത്ഥം അല്ലേ? അപ്പോൾ നമ്മൾ വലിയ പടം ചെയ്യണം, വലിയ ക്യാരക്ടർ ചെയ്യണം, പിന്നെ ചെറിയ ക്യാരക്ടർ ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ താല്പര്യമുള്ളത് നമുക്ക് എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും അഭിനയിക്കുന്നത് നിങ്ങളുടെ ഏത് ഷെഡ്യൂളിൽ കൊണ്ടുവന്നാണ് നമ്മൾ അഭിനയിക്കുന്നത്. അതിന് ചെറുതുമില്ല വലുതുമില്ല, അതൊക്കെ എല്ലാം ഒരു ദിവസത്തെ പെർഫോമൻസാണ്. ഇപ്പോൾ ഷൈൻ ചേട്ടൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ക്യാരക്ടറിൽ ഇതിപ്പോൾ കേസുകൾ ചെയ്ത് 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 നിയമം പഠിച്ച ഒരാളുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. കേസുകാരനും കോടതി കയറി ഇറങ്ങി നിയമം പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ചേട്ടനും പറഞ്ഞു ചേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന്. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇപ്പൊ റീസെന്റ് ഒരു കേസിലും ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്ന് പറഞ്ഞ പേര് വീണ്ടും വന്നായിരുന്നു. അപ്പോ ആരോപണം. അതെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തവണ ഒരു കേസ് വന്നു, പിന്നെ പുറകെ വരുമ്പോൾ ഈ പേരുകൾ ഇപ്പൊ ചേട്ടൻ്റെയായാലും ബാസി ചേട്ടൻ്റെ പേരായാലും പിന്നെ ഈ ആരോപണങ്ങൾ വരുന്നത്? അതെനിക്കറിയില്ല, സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് കോടതി അല്ലെങ്കിൽ ഇതൊന്നല്ലല്ലോ നമ്മൾ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞവരോട് പോയി ചോദിക്കുന്നുണ്ടോ? ഞാനായിട്ട് നിങ്ങളോടൊത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല. അതാരാ പറഞ്ഞ് പറഞ്ഞവരടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിനിമയിൽ വളരെ മനോഹരമായ പ്രണയം ഉണ്ടല്ലോ. പ്രണയം എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് സംഭവിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ചേട്ടനെ കുറിച്ച് ചേട്ടന്റെ ഇപ്പോഴത്തെ പ്രണയത്തെ കുറിച്ച് ഇങ്ങനെ പ്രണയം വീണ്ടും ബ്രേക്കപ്പ് ആയല്ലോ. അല്ല, ഇപ്പൊ വീണ്ടും അതറിഞ്ഞു കിട്ടി. അതാണ് ചോദിക്കാൻ വന്നത്. വീണ്ടും ജീവിതം തിരിച്ചു കിട്ടി. ഇപ്പോഴെന്താണ് അങ്ങനെ എല്ലാവരും അതിന്റെ പിന്നാലെ നടക്കണ്ടാവും. അത് പറഞ്ഞിട്ട് പ്രണയം ഉണ്ടാവും, കുറച്ച് പേർക്ക് പ്രണയം ഉണ്ടാവാതിരിക്കണം, കുറച്ച് പേരൊക്കെ ഒറ്റാതടിയായിട്ട് നിൽക്കണ്ടേ. എന്നാലും കാണിച്ചു കൊടുക്കണ്ട, അവൻ പെണ്ണിട്ടാതിരിക്കണം. ഇതിഹാസം ഒരു ബ്രേക്ക് ത്രൂ ആയ ഒരു മൂവിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആക്ടേഴ്സ് നമ്മുടെ മുന്നേ വന്ന ആൾക്കാർക്ക് എത്രയോ ബ്രേക്ക് ത്രൂ ഉണ്ട്, എന്നിട്ടും അവർ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല. ഡെയിലി നമ്മൾ ഏതെങ്കിലും പുതിയ ആളാ അല്ലെങ്കിൽ പുതിയ ഒരാളെ പോലെ സെറ്റിൽ പോകണം, മനസ്സിലായ? പഴയതിനേക്കാൾ കൂടുതൽ ട്രൈ ചെയ്യണം, മനസ്സിലായ? അങ്ങനെ ബ്രേക്ക് ത്രൂവും ബ്രേക്കപ്പ് ഒന്നും ഇല്ല. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ അർത്ഥം കുറച്ചും കൂടി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു, ഓരോ പരിപാടികളൊക്കെ വരുമ്പോ നിരപരാധിയാണെന്ന് അറിഞ്ഞിരുന്നു. ശരി, നമുക്ക് സിനിമയിലേക്ക്, അഭിലാഷത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇല്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ഈ കോടികളുടെ കണക്കൊന്നും നോക്കണ്ട എന്നൊക്കെ. പക്ഷെ എന്നാലും വളരെ മനോഹരമായ ഒരുപാട്, ഒരു 100% നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടാണ് ഇപ്പം സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലും തിയേറ്ററുകൾ കിട്ടുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ സിനിമയിലുണ്ടല്ലോ. അതിപ്പോ ആ ഒരു സാഹചര്യത്തിൽ കോടികളുടെ കണക്കാണല്ലോ അവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇപ്പൊ എല്ലാ സമയത്തും നല്ല സിനിമകൾക്കാണെങ്കിലും നമ്മുടെ സിനിമകൾക്കാണെങ്കിലും മറ്റുള്ളവരുടെ സിനിമകൾക്കാണെങ്കിലും ഇപ്പൊ അതെല്ലാം നമ്മൾ വിചാരിക്കുന്ന അവർക്ക് നല്ല ഒരുപാട് തിയേറ്റേഴ്സ് നമുക്കില്ല എന്ന് പറയുന്ന ആ അവരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു പല സമയങ്ങളിലും, മനസ്സിലായ? പക്ഷെ ഇപ്പൊ അങ്ങനെ വരുമ്പോഴേ നല്ല സിനിമകൾ എടുക്കാൻ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനത്തെ ഓരോരോ അവസ്ഥകളിലൂടെ കടന്നു പോവുക, എണ്ണം
പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇപ്പം നമുക്ക് മാത്രമാണോ? മാത്രമല്ല, ഇല്ല, ഈ പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ വന്ന എപ്പോഴെങ്കിലുമൊക്കെ അവർ ചെയ്തില്ല. അവർ നല്ല പടങ്ങൾ ചെയ്തു, ആളുകൾ വരാത്ത സമയം, തിയേറ്റർ കിട്ടാത്ത സമയം, അതിന് അപ്പോൾ അവർക്ക് ഓപ്പോസിറ്റായിട്ട് വലിയ പടം, ഇതൊക്കെ തരണം ചെയ്ത് ഇതിങ്ങനെ നിലനിൽക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സിനിമകൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് പ്രൊഡ്യൂസർമാർക്ക് പോവില്ല. ഇത് സിനിമ ഇതിപ്പോ ഇന്ന് മാത്രത്തേക്കല്ലല്ലോ. നമ്മളിപ്പോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പടം ഇപ്പൊ റിലീസായ പടങ്ങളാണ്. ഏത് കാലത്ത് ഹിറ്റടിച്ച പടങ്ങളാ. ചിലപ്പോ അതൊന്നും തിയേറ്ററിലെ വലിയ ഓട്ടോ അല്ലെങ്കിൽ വലിയ ഒമ്പം കളക്ഷനോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ചിത്രമായിട്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നല്ല ചിത്രം എന്നുള്ളൊരു പേര് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഓൾറെഡി ഭയങ്കര വലിയ ഹിറ്റടിച്ചൊരു പടം റിലീസായിട്ട് ആളുകൾ കാണുന്നത് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. പടം ഇറങ്ങിയിട്ട് ഒരു തരത്തിലും പ്രതീക്ഷയില്ലാതെ ഒരു പടം വന്ന് ആളുകളെ കൊണ്ട് നല്ല പടം കൊള്ളാം എന്ന് പറയിപ്പിക്കുന്നതിലെ കാര്യം. അതുകൊണ്ട് മോശമായി ഇരിക്കുന്ന ഞങ്ങൾ നല്ലവരാകുമ്പോൾ അല്ല ചേട്ടനിപ്പോ അങ്ങനെ ഏറ്റവും കൂടുതൽ ചിലപ്പോ നമ്മളൊക്കെ മോശക്കാരായിട്ട് ഇങ്ങനെ നിൽക്കണം. അല്ല ചേട്ടനിപ്പോ അങ്ങനെ ചെറിയ പടങ്ങൾ എപ്പോഴും ചെയ്തു. ഇപ്പൊ പോപ്കോൺ ഒക്കെ ആയാലും അതുള്ള ചെറിയ പടങ്ങൾ ചെയ്തതാണ്. ചെറിയ പടമില്ലല്ലോ, അന്നത്തെ വലിയ പടമായിരുന്നു. പക്ഷേ ചേട്ടൻ ആ വലിയ പടം നല്ല പടം, നല്ലൊരു സിനിമ എന്ന് പറയുന്നത് ഇതാണ് കാര്യം. അതിനിപ്പോ ഈ കണക്കുകളുടെ പട്ടികകളുടെയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ആൾക്കാർ പടം നല്ലതാണോ മോശമാണോ വലുതാവും. ഓൾറെഡി വലുതായത് എന്താണ്, നമുക്ക് ചെറുതാവും വലുതാവും. അതിനാണ് പ്രകൃതിയുടെ